എന്നോട് മനുഷ്യപക്ഷത്തിൽ നിന്ന് ചിന്തിക്കുന്ന ഒരു എളിയ സാംസ്കാരിക പ്രവർത്തകൻ. പണ്ഡിതശ്രേഷ്ഠനായ അങ്ങയുടെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗത്തിൽ സ്വർലോകത്തെപ്പറ്റിയും അല്ലെങ്കിൽ പരലോകത്തെപ്പറ്റിയും ഇഹലോകത്തെപ്പറ്റിയുള്ള നിർവചനം അവിടെ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്താനാണ് എന്റെ ആഗ്രഹം. സംഘടിത മതങ്ങൾ നൂറ്റാണ്ടുകളായി പ്രചരിപ്പിച്ച ഒരു വികലവാദമാണത്. അതായത് ഒരു ശരാശരി മനുഷ്യന്റെ ഏറിയാൽ 70 80 വയസ്സ് വരെയുള്ള ജീവിതം നശ്വരമാണെന്നും അനശ്വരമായ ജീവിതം നിങ്ങളെ നോക്കി പാർത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ കഷ്ടപ്പാടും പ്രയാസങ്ങളും ഒക്കെ സഹിച്ച് പരലോക മോക്ഷപ്രാപ്തിക്കായി നിങ്ങൾ കാത്തിരിക്കണമെന്ന വാദം, ഇത് പഴയകാല ഫ്യൂഡൽ മാടമ്പിമാരും പൗരോഹിത്യ നേതൃത്വവും പ്രചരിപ്പിച്ച കള്ളപ്രചരണത്തിന്റെ തുടർക്കഥയാണ് പണ്ഡിതശ്രേഷ്ഠനായ അങ്ങും ഇന്നും പറയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. സംസാരത്തെ ചോദ്യമല്ല, വിയോജിപ്പും അപേക്ഷയാണ്. സംഘടിത മതങ്ങളോട് മൊത്തത്തിലാണ് അപേക്ഷ. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ മതത്തിന്റെ ഏറ്റവും ബേസിക് ആയ ഒരു സംഭവം തിരുത്താനാണ് അദ്ദേഹത്തിന്റെ അപേക്ഷ. അവിടെ ഏറ്റവും ബേസിക് ആയ സംഗതി എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ട് എന്ന് അന്വേഷിക്കാൻ സാറെ പോലുള്ള ആളുകൾ സന്നദ്ധമാകണം. ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ടെങ്കിൽ, ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ടെങ്കിൽ സാംസാറോ നമ്മളെല്ലാവരും കൂടിയോ മതവിശ്വാസികൾ എല്ലാവരും കൂടിയോ അതില്ല എന്ന് പറഞ്ഞ് തീരുമാനിച്ചുകൊണ്ട് ഇല്ലാതാവൂല. മറ്റൊരു ജീവിതം ഉണ്ട് എന്ന് വിചാരിക്കുക. ദൈവം തമ്പുരാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടി തീരുമാനിച്ചു എന്ന് വിചാരിക്കുക അങ്ങനെ ഒരു ജീവിതം ഇല്ല, വേണ്ടതില്ല, അതുകൊണ്ട് അതില്ലാതാവോ? ഇല്ല. അപ്പൊ അത് ഉണ്ടോ ഇല്ലേ എന്ന് അന്വേഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഇവിടെ ഒരു പ്രശ്നം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉറപ്പായി പറയാൻ കഴിയും. ഈ ഭൂമിയിൽ എല്ലാ കഷ്ടപ്പാടും നീ സഹിച്ചോ, മരണാനന്തര ജീവിതത്തിൽ സ്വർഗം കിട്ടും എന്ന് ഇസ്ലാം പറഞ്ഞില്ല. ഈ ഭൂമിയിലെ കഷ്ടപ്പാടുകൾ ഇല്ലാതെയാക്കുവാൻ ആവശ്യമായ നിയമങ്ങൾക്ക് പഠിപ്പിക്കുകയും ആ നിയമങ്ങൾ നടപ്പാക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുകയും അങ്ങനെ നിയമം നടപ്പാക്കുവാനുള്ള പ്രചോദനമായി, മോട്ടിവേഷനായി മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസത്തെ പഠിപ്പിക്കുകയും ചെയ്ത ദർശനമാണ് ഇസ്ലാം. മരണാനന്തര ജീവിതം അവിടെ ഇവിടുത്തെ കുറെ പുരോഹിതന്മാർക്കുള്ള ഒരു സ്ഥലമാണെന്നല്ല പറഞ്ഞത്, മറിച്ച് ആത്മാർത്ഥമായി ദൈവം തമ്പുരാന്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നവരുടെ വാസസ്ഥലമാണ് അവിടെ സ്വർഗ്ഗലോകം എന്നാണ്. അവിടെ ദൈവം തമ്പുരാന്റെ പ്രീതി മാത്രം കാക്ഷിച്ചെന്നുള്ള വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. നമ്മൾ വളരെ തള്ളിക്കളയേണ്ട ഒരു വിഷയമല്ല. കാരണം മനുഷ്യന് മോട്ടിവേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു, മോട്ടിവേഷൻ ഇല്ലാതെ കർമ്മം ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ എന്തു പറഞ്ഞാലും അത് ലീഡർഷിപ്പ് സയൻസിന്റെ നേതൃപാഠവ ശാസ്ത്രത്തിന്റെ ഏറ്റവും ബേസിക് പ്രിൻസിപ്പിളാണ്. അപ്പോ മോട്ടിവേഷൻ അനിവാര്യം. മോട്ടിവേഷൻ എങ്ങനെ, ഏത് രൂപത്തിൽ, എന്തിന് ഞാൻ ചെയ്യണം, ആ എന്തിന് ചെയ്യണം എന്നുള്ള ചോദ്യത്തിനുള്ള ദൈവിക ദർശനത്തിന്റെ മറുപടിയാണ് മനുഷ്യ നീ നന്മ ചെയ്യണം. ഈ നന്മക്ക് നിന്റെ ആത്മാർത്ഥമാണ് നിന്റെ നന്മയെങ്കിൽ, അതാണ് ഹൃദയത്തിൽ നിന്ന് വരുന്നതാകണം കർമ്മങ്ങൾ. ആത്മാർത്ഥമാണ് നന്മയെങ്കിൽ പടച്ച തമ്പുരാൻ അതിന് പ്രതിഫലം നൽകും എന്ന ചിന്ത. അല്ലെങ്കിലും നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് എന്തിനാ പ്രതിഫലം നൽകാൻ കഴിയുക? ഇവിടെ നീതിനിഷ്ഠമായ ഒരു ലോകത്തെക്കുറിച്ച് നമുക്ക് സുന്ദരമായി പറയാം. ആ ലോകം ഉണ്ടായി എന്ന് വിചാരിക്കുക, ആ ലോകം ഉണ്ടായി എന്ന് വിചാരിക്കുക, എല്ലാ അർത്ഥത്തിലും നീതിയിൽ അധിഷ്ഠിതമായ ഒരു ഉട്ടോപ്യ, തോമസ് മൂർ പറഞ്ഞതുപോലുള്ള ഒരു ഉട്ടോപ്യ, പൂർണ്ണമായ അർത്ഥത്തിലുള്ള നീതി. എങ്കിൽ തന്നെ എന്തായിരിക്കും അവസ്ഥ? അതിലൊരു ക്രൂരൻ ഉണ്ടായി എന്ന് വിചാരിക്കുക. ആ ക്രൂരൻ ചെയ്ത കർമ്മങ്ങൾക്ക് നീതിയിൽ അധിഷ്ഠിതമായ പ്രതിഫലം നൽകാൻ കഴിയോ? എങ്ങനെ നൽകാൻ കഴിയും? മനുഷ്യന് മാത്രമുള്ള പ്രത്യേകത, നിങ്ങൾക്ക് ചിലപ്പോ നിങ്ങളെ കൊല്ലുന്നതിനേക്കാൾ പ്രയാസമുള്ള ഒരു വാക്ക് ചിലപ്പോ നിങ്ങൾക്കെതിരെ എനിക്ക് പറയാൻ കഴിഞ്ഞേക്കും, അല്ലേ? ചില വാക്കുകൾ, ചില പദങ്ങൾ അത്ര പവർഫുള്ളാണ്. പക്ഷേ ഏത് കോടതിക്കാണത് ഈ വാക്കിന് ഇയാളുടെ മനസ്സിലുണ്ടാക്കിയ പ്രയാസം അളന്നു നോക്കിയിട്ട് ശിക്ഷ വിധിക്കാൻ കഴിയുമോ? കഴിയില്ല. നന്മന്റെ സ്ഥിതി അതാ, തിന്മന്റെ സ്ഥിതി അതാണ്. ഞാൻ പറഞ്ഞു, തലമുറകൾ നീണ്ടു നിൽക്കുന്ന രൂപത്തിലുള്ള ഫലം ചെയ്യുന്ന പ്രവർത്തനം ചെയ്യാൻ മനുഷ്യന് കഴിയും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഉട്ടോപ്യ ഉണ്ടായി എന്ന് വിചാരിക്കുക. ഒരു ഉട്ടോപ്യ എന്ന് ഞാൻ പറയാൻ കാരണം, ഒരിക്കലും അങ്ങനത്തെ ആ ഉട്ടോപ്യ എന്നൊരു തത്വം തോമസ് മൂർ കൊണ്ടുവന്നുകൊണ്ടാണ്. അറിയാലോ, തോമസ് മൂറിന്റെ നോവലാണ് ഉട്ടോപ്യ. അവിടെ ഒട്ടോപ്പസ് എന്ന് പറഞ്ഞ രാജാവിന്റെ കീഴിലുള്ള ഒരു രാജ്യമാണ് ഉട്ടോപ്യ. അവിടെ ഒരു അനീതിയിലാണ്. അപ്പൊ അങ്ങനെ അത് വെറുതെ ഒരു നോവലാണ്. അപ്പൊ ഈ ഒരിക്കലും ഉണ്ടാകാത്ത ഒരു സംഭവം, അതിന് പിന്നീട് ഉട്ടോപ്യ എന്ന് പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു വരുന്ന അത്തരം ഒരു രാജ്യം ഉണ്ടായിരുന്നു വിചാരിക്കുക. ആ രാജ്യത്ത് ഒരാൾ, ഒരു മനുഷ്യൻ വിചാരിച്ചാൽ ഒരു ബോംബ് ഉണ്ടാക്കിയാൽ 10,000 കണക്കിന് ആളെ കൊല്ലാൻ കഴിയും.
അങ്ങനെ കൊന്നു, ഇയാളെ പിടിച്ചു, ഇയാളെ ശിക്ഷിക്കാൻ വെച്ചു. നീതി നടപ്പാവണല്ലോ, നീതി നടപ്പാവണം. നീതി നടപ്പാക്കാൻ എന്ത് ചെയ്യാൻ കഴിയും? ഇയാൾ എന്ത് ചെയ്യാൻ കഴിയും? അയാളെ വെറുതെ വിടാനാണോ? എങ്കിൽ അയാൾ ചെയ്ത തെറ്റിന് എന്താ പ്രശ്നം? അല്ല, അയാളെ തൂക്കിക്കൊല്ലാനാണോ? എന്തിനു തൂക്കിക്കൊല്ലണം? അയാളെ കൊന്നുകളയാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കാം, നമ്മള് വളരെ ക്രൂരനായിപ്പോയി എന്നുള്ളതുകൊണ്ട്. എങ്ങനെ നീതിയാകും? 10,000 കൊന്ന മനുഷ്യനെ ഒരു പ്രാവശ്യം കൊല്ലുന്നത് കൊണ്ട് എങ്ങനെ നീതിയാകും? സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി 10,000 കൊല്ലുക മാത്രമല്ല, തലമുറകൾ നീണ്ടു നിൽക്കുന്ന രൂപത്തിലുള്ള ജൈവ വിഷങ്ങൾ ഉണ്ടാക്കി, ജൈവായുധങ്ങൾ ഉണ്ടാക്കി, തലമുറകൾ നീണ്ടു നിൽക്കുന്ന ജൈവിക പ്രശ്നങ്ങളും മറ്റ് പ്രശ്നങ്ങളുമെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് രോഗങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഇന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൈ പിടിക്കാൻ എങ്ങനെ കഴിയും? അടിസ്ഥാനപരമായ പ്രശ്നമാണത്. അപ്പോഴാണ് അതിന് ഉത്തരം കൃത്യമായി പ്രതിഫലം നൽകപ്പെടുന്ന ഒരു വേദി ഉണ്ടായേ തീരൂ. ആ വേദി മനുഷ്യ മനസ്സിന്റെ തേട്ടാണ്, മനുഷ്യ മനസ്സിന്റെ തേട്ടാണ്. ഇത് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ സ്വാഭാവിക തേട്ടാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു വീട്, ഒരു പാവപ്പെട്ട സ്ത്രീയുടെ ഒരു 10 സെന്റ്, ആ ഒരു കുടിലുമായി ചെറ്റപ്പുരയുമായി അവർ ജീവിക്കുന്നു. അയൽവാസി, മുതലാളി, അധികാരമുള്ളവൻ, പണമുള്ളവൻ ഈ സ്ത്രീയെ നിരന്തരം പീഡിപ്പിക്കുന്നു. ഇവൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അധികാരമില്ല, പണമില്ല. അവൾ ആത്മകഥം എന്നോണം പറയുന്നു, ദൈവം കൊടുത്തോളും. ഇതൊരു ദൈവവിശ്വാസിന്റെ ആത്മകഥാണ്. ദൈവം കൊടുത്തോളും. പക്ഷേ ഇയാൾക്ക് കൊടുക്കണുണ്ടോ? ഇല്ല. അയാൾ വെള്ളിക്കരണ്ടി വായിൽ വെച്ചുകൊണ്ടാണ് ജനിച്ചു വീണതെങ്കിൽ സ്വർണ്ണക്കരണ്ടി വായിൽ വെച്ചിട്ടാണ് മരിച്ചു പോകുന്നത്. ഈ വെള്ളിയിൽ നിന്ന് സ്വർണത്തിലേക്കുള്ള ദൂരം ഇതേപോലുള്ള കുറെ പീഡനങ്ങളും ചൂഷണങ്ങളുമാണ്. ഇവിടുന്ന് കൊടുക്കണില്ല. ദൈവവിശ്വാസിയാണെങ്കിൽ ഇത് സ്വാഭാവികമായ ഒരു മനുഷ്യന്റെ ആത്മഗതമാണ്. ആ ആത്മഗതം മനുഷ്യ മനസ്സിന്റെ സ്വാഭാവിക തേട്ടമാണ്. ആ തേട്ടത്തിനുള്ള ഉത്തരമാണ് മരണാനന്തര ജീവിതം. ഞാൻ പറയുന്നു, മരണാനന്തര ജീവിതം ഇല്ല എന്ന് നമ്മളെല്ലാവരും കൂടി പാസ്സാക്കിയത് കൊണ്ട് ഇല്ലാതാവൂല. അപ്പൊ ഉണ്ട് എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് ശരിയോ തെറ്റോ നമ്മൾ പരിശോധിക്കണം. പരിശോധിച്ചോളൂ. വെറുതെ കണ്ണടച്ച് നിഷേധിക്കുന്നതിന് എന്തർത്ഥം? ഒരു കഥ പറയാം ഞാൻ. ഒരു കുളത്തിൽ ജീവിക്കുന്ന കുറെ മത്സ്യങ്ങൾ. ഒരു മത്സ്യത്തിന്റെ മുന്നിൽ അതിനേറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇര ഇങ്ങനെ കടന്ന് കളിക്കുക. മത്സ്യം ആ ഇര കടിക്കാൻ വേണ്ടി അടുക്കുന്നു. അപ്പൊ ഒരു തവള വന്നിട്ട് പറയുന്നു, മീനെ കടിക്കല്ല. ആ ഇര കടിച്ചാൽ അതിന് പിന്നിൽ ഒരു കൊളുത്തുണ്ട്. കൊളുത്തിന്റെ തലയിൽ ഒരു കയറുണ്ട്. കയറിന്റെ തലയിൽ ഒരു വടിയുണ്ട്. വടി പിടിച്ച് മനുഷ്യൻ എന്ന് പറഞ്ഞൊരു ജീവി കരയിൽ ഇരിക്കുന്നുണ്ട്. ഇത് കടിച്ചാൽ നിന്റെ ചെകിളയിൽ അത് കുടുങ്ങും. മനുഷ്യൻ എന്ന് പറഞ്ഞ ജീവി നിന്നെ പുറത്തേക്ക് എടുക്കും. എടുത്താൽ നീ ചാകും. എന്നിട്ട് നിന്നെയും കൊണ്ട് അയാളുടെ വീട്ടിൽ പോകും. വീട്ടിൽ പോയിട്ട് കത്തി എന്നൊരു സാധനമുണ്ട്. കത്തി എടുത്തിട്ട് നിന്നെ മുറിച്ചിട്ട് അയാളും അയാളുടെ ഭീകരയായ ഭാര്യയും കൂടി നിന്റെ ശരീരത്തെ മുളകിലിടും. എന്നിട്ട് ചീനച്ചട്ടിയിലെടുത്ത് വറുത്ത് അവർ തിന്നും. ഇതാണ് മത്സ്യം പറയണേ. അല്ല, തവള പറയണേ. തവള പറയുമ്പോ മത്സ്യം പറയാണ്, ഇതെല്ലാം വെറും കഥ. ഈ കുളത്തിനപ്പുറത്ത് ഒരു ലോകവും മനുഷ്യനോ? മത്സ്യത്തിന്റെ യുക്തി പ്രവർത്തിക്കുന്നു. ചീനച്ചട്ടിയിൽ നിന്ന് ആരെങ്കിലും തിരിച്ചു വന്നിട്ട് ഇത് പറഞ്ഞു തന്നിട്ടുണ്ടോ? അല്ലെ, മത്സ്യത്തിന്റെ യുക്തി അതാണ്. മത്സ്യം പറയുന്നത്, നീ പറഞ്ഞ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ ചീനച്ചട്ടി പോയിട്ട് ആരെങ്കിലും തിരിച്ചു വന്നിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടോ? ചീനച്ചട്ടി പോയാൽ തിരിച്ചു വരൂല. അതുകൊണ്ട് തന്നെ പറഞ്ഞു തരാൻ പറ്റില്ല. ഈ മത്സ്യം ബുദ്ധിയുള്ളവനാണെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? ഈ തവളയെ പരിശോധിക്കണം. പറഞ്ഞു തരുന്ന തവളയെ. കാരണം എന്താ? മത്സ്യത്തിന്റെ അറിവ് പരിമിതമാണെന്ന് ആദ്യം ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവണം. ഞാൻ ഈ കുളത്തിലേ ജീവിച്ചിട്ടുള്ളൂ, എന്റെ അറിവ് പരിമിതം. അപ്പൊ ഈ തവള വന്ന് പറയുമ്പോ കുളത്തിന് പുറത്തെ വല്ല വിവരവും തവളക്ക് ലഭിക്കാൻ വല്ല സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കണം. ഒന്നാമതായി ചെയ്യേണ്ടത് അതാ. അപ്പൊ മനസ്സിലാകുന്നു തവളക്ക് കുളത്തിലും കരയിലും ജീവിക്കാൻ കഴിയും. അപ്പൊ കുളത്തിന് പുറത്തെ വിവരം കിട്ടാൻ സാധ്യതയുണ്ട്. രണ്ടാമതായി ചെയ്യേണ്ടത് എന്താ? തവള കളവ് പറയാൻ സാധ്യത ഉണ്ടോ എന്നാണ്. അല്ലെ, തവള സ്ഥിരം കളവ് അറിയണവനാണെങ്കിൽ ഇത് കളവായിരിക്കും എന്ന് വിചാരിക്കാം. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും തവള കളവ് പറഞ്ഞിട്ടില്ലെങ്കിൽ, ഈ കാര്യത്തിൽ മാത്രം തന്റെ മുന്നിൽ വന്നൊരു കളവ് പറയാൻ തവള സാധ്യതയില്ല എന്ന് ചിന്തിക്കാൻ മത്സ്യത്തിന് കഴിഞ്ഞുവെങ്കിൽ മത്സ്യം രക്ഷപ്പെടും. ഇല്ലെങ്കിലോ ഇത് പിടിച്ചതിന് ശേഷം തിരിച്ചു വരാൻ കഴിയില്ല. ഇതേപോലെയാണ് പ്രവാചകന്മാർ നമ്മോട് വന്ന് പറഞ്ഞു, ഇതാ മരണത്തിന് ശേഷം ജീവിതമുണ്ട്. അപ്പൊ നമ്മൾ പറയണേ, ജീവിതമൊന്നുമില്ല, വെറുതെ പറയാണ്. ഇത് സംഘടിത മതങ്ങളുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവർ പറഞ്ഞുണ്ടാക്കിയതാണ്.
സംഘടിത മതങ്ങൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ, സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള വസ്തുതയെ ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ അതുകൊണ്ടൊരു വസ്തുത അല്ലാതായി മാറൂല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട എന്താ? പ്രവാചകന്മാരെന്ന് പറഞ്ഞു, പ്രവാചകന്മാരെ പരിശോധിക്കാം നമുക്ക്. അവർക്ക് ഈ ഭൂമിക്കപ്പുറത്തെ വല്ല അറിവും ലഭിച്ചിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കാൻ കഴിയുന്ന പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന് ഈ ഭൂമിക്ക് പുറത്ത് നിന്ന് വല്ല അറിവും ലഭിച്ചിട്ടുണ്ടോ? ഖുർആൻ പരിശോധിച്ചോ? ഞാൻ പരിശോധിച്ചു. എനിക്ക് പൂർണ്ണ ബോധ്യപ്പെട്ടു, പരിശുദ്ധ ഖുർആൻ ഭൂമിക്ക് പുറത്ത് നിന്ന് സർവേശ്വരനായ തമ്പുരാനിൽ നിന്ന്, ഈ പ്രപഞ്ചത്തെ പടച്ചു പരിപാലിക്കുന്നവനിൽ നിന്ന്, ഈ പ്രപഞ്ചത്തിന്റെ വിധാതാവിൽ നിന്ന് മനുഷ്യരാശിക്ക് വേണ്ടി മുഹമ്മദ് നബിയിലൂടെ അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണെന്ന്. ഇത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വന്ന പദങ്ങളാണ് സുഹൃത്തുക്കളെ. പരിശോധിച്ചിട്ട് ബോധ്യപ്പെട്ടിട്ട് പറയുന്നതാ, അല്ലാതെ കേവലം മതപ്രചരണത്തിന് വേണ്ടി പറയുന്ന കാര്യമല്ല. പരിശോധിച്ചോ? ആരാ അടിച്ചേൽപ്പിക്കുന്നു? പരിശോധിക്കൂ. എന്നിട്ട് ബോധ്യപ്പെടുമെങ്കിൽ, ഞാൻ മരണാനന്തര ജീവിതത്തിൽ 100% വിശ്വസിക്കുന്നു. ഞാനിവിടെ ജീവിക്കുന്നത് സത്യമാണെങ്കിൽ, ഞാൻ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നു എന്നത് സത്യമാണെങ്കിൽ, ഞാൻ ജനിച്ചു എന്നത് സത്യമാണെങ്കിൽ, ഞാൻ മരിക്കുമെന്നത് സത്യമാണെങ്കിൽ, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നത് അതേപോലെയുള്ള പച്ചയായ സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്നോടത് പറയുന്ന ഖുർആനാണ്. എന്റെ അറിവ് ഉപയോഗിച്ച് ഞാൻ ഖുർആൻ പരിശോധിച്ചു. എന്റെ അറിവിന്റെ എല്ലാ പരിമിതികളെയും എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ട് ഖുർആൻ എന്നോട് പറഞ്ഞു. എന്റെ എല്ലാ മാനദണ്ഡങ്ങളെയും ഖുർആൻ തകർത്ത് കളഞ്ഞുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ദൈവിക ഗ്രന്ഥമാണിത്. നിങ്ങൾക്കും പരിശോധിക്കാം. ഓരോന്നും വിശദീകരിക്കാൻ സമയമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ തവളയെ കൊണ്ട് പറഞ്ഞതുപോലെ പ്രവാചകന്മാരെ പരിശോധിക്കുക. മുഹമ്മദ് നബിയെ പരിശോധിച്ചു. അദ്ദേഹത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചു. ഇത് ദൈവത്തിൽ നിന്നുള്ള മാർഗദർശനമാണെന്ന് ബോധ്യപ്പെട്ടു. പിന്നെയോ അദ്ദേഹം കളവ് പറയാൻ സാധ്യത ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നോക്കുക, 40 വയസ്സ് വരെ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല എന്ന് ശത്രുക്കളുടെ സർട്ടിഫിക്കറ്റാണ്. എന്നിട്ട് 40ാമത്തെ വയസ്സിൽ അദ്ദേഹം നമ്മളുടെ വീക്ഷണത്തിൽ ഏറ്റവും ഒരു പച്ചക്കള്ള പറയണ, എന്റെ മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്നുള്ള പച്ചക്കള്ളം. ആ പച്ചക്കള്ളം പറയുക വഴി അദ്ദേഹത്തിന് എന്ത് ലഭിച്ചു? അതുവരെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ടവൻ അന്നു മുതൽ സമൂഹത്തിൽ നിന്ന് ബഹിഷ്കൃതനായി. അതുവരെ സമൂഹത്തിന്റെ ആദരവിന് പാത്രമായവൻ അന്നു മുതൽ സമൂഹത്തിന്റെ വെറുപ്പിന് പാത്രമായി. അന്നുവരെ സമൂഹത്തിലെ ഓരോ വ്യക്തിയും മുഹമ്മദിനെ സംരക്ഷിക്കുവാൻ വേണ്ടി കൈ ഉയർത്തുമായിരുന്നെങ്കിൽ, അന്നു മുതൽ സമൂഹത്തിലെ ഓരോരുത്തരും മുഹമ്മദിനെ കൊല്ലുവാൻ വേണ്ടി, നശിപ്പിക്കുവാൻ വേണ്ടി കൈ ഉയർത്തുന്ന അവസ്ഥയുണ്ടായി. ഭൗതികമായി നിങ്ങൾ പരിശോധിക്കൂ. എന്താ ഈ കളവ് പറഞ്ഞതുമായി അദ്ദേഹത്തിന് ലഭിച്ചത്? കളവായിരുന്നു പറഞ്ഞതെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ അദ്ദേഹത്തിന് അറിയുള്ളത് കളവാണെന്ന്. ബാക്കിയുള്ളവരെ പറ്റിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുക. അദ്ദേഹത്തിന് ഏറ്റവും ചുരുങ്ങിയ കളവാണെന്നറിയാമല്ലോ. ഈ കളവിന് സാക്ഷിയായി അദ്ദേഹത്തിന് ഭൗതികമായി നോക്കുമ്പോൾ നഷ്ടവും മാത്രമോ? പാതിരാക്ക് ഉറക്കെഴുന്നേറ്റിരുന്ന് അദ്ദേഹം നമസ്കരിക്കുകയാണ്, ആരും കാണാതെ. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന നമസ്കാരം. എന്തേ? ഒരു പച്ചക്കള്ളം പറഞ്ഞിട്ട് ആ പച്ചക്കള്ളം പരലോകത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമസ്കാരം. അപ്പോ ഈ പച്ചക്കള്ളമല്ല, അദ്ദേഹത്തിന്റെ ബോധ്യത്തോടു കൂടി തന്നെയാണ് പറഞ്ഞത് നമുക്ക് ബോധ്യപ്പെടുന്നു. സത്യസന്ധനായ ഒരു മനുഷ്യൻ ഒരിക്കലും പരലോകം ഒരു കളവായി പറയില്ല. ഇനി അപ്പൊ അതുകൊണ്ട് തന്നെ സുഹൃത്തിനോടും എന്നോടും നമ്മളോടെല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, മരണാനന്തര ജീവിതം നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു ആശയമല്ല. നമ്മൾ ഏത് സമയത്തും അവിടെ എത്തും. ഈ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിന് വേണ്ടി പണിയെടുക്കണം എന്നല്ല പറയുന്നത്. ഈ ജീവിതത്തെ പുഷ്കലമാക്കി, ഈ ജീവിതത്തെ ജീവിപ്പിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തെ നേടിയെടുക്കാൻ നാം ശ്രമിക്കുക. മരണം കഴിഞ്ഞാൽ അതിനൊരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് നാം പരിശോധിക്കണം എന്നാണ്.